ഹായ് നമസ്കാരം. ഞാനിന്ന് വടകരയിലുള്ള നമ്മുടെ ഒരു എക്സിസ്റ്റിംഗ് കസ്റ്റമറുടെ വീട്ടിലാണുള്ളത്. ഇന്ന് ഇവിടെ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് വിൻഡോസിൻ്റെ മോഡൽസ് കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീട്ടിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടുള്ള ഇതിൻ്റെ മുറ്റത്ത് തന്നെ നമ്മൾക്ക് കാണുന്നത് ഫ്രഞ്ച് ടൈപ്പിലുള്ള 3 സിംഗിൾ ലെയർ ജനലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഇതിനെ ഈ വീടിൻ്റെ അട്രാക്റ്റീവിനും അതേപോലെ തന്നെ നല്ല വെളിച്ചം ലഭിക്കുവാനുള്ള പ്ലെയിൻ ഗ്ലാസ് ഇട്ടിട്ടുള്ള ഒരു മോഡൽസാണ് ഇവിടെ ഫുള്ളായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ വീടിൻ്റെ ഫുൾ തീമിൽ തന്നെ നമ്മൾ കാണുകയാണെങ്കിൽ മുകൾ ഭാഗത്തും എല്ലാ ഭാഗത്തും കൂടുതൽ വിസിബിലിറ്റി ലൈറ്റ് കിട്ടുക എന്നുള്ള ഒരു രീതിയിലാണ് ഇത് മുഴുവനായിട്ടും കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ തൊട്ടടുത്ത് പോവുകയാണെങ്കിൽ ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ കാണുന്നത് ഒരു 160 വിടുത്തുള്ള ഒരു ഹൈറ്റ് കൂടിയ ഒരു നോർമലായിട്ട് കാണുന്ന ഒരു ജനലാണ്. അതിന് ഒരു ഓവർലാപ്പ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് സെൻറ്ററിൽ കുറച്ച് വീതി കൂടിയിട്ടും 2 സൈഡിലും വീതി കുറഞ്ഞിട്ടുള്ള ഒരു നോർമൽ മോഡൽ തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇതിലും വിസിബിലിറ്റി കൂടുതൽ കിട്ടുവാൻ വേണ്ടി പ്ലെയിൻ ഗ്ലാസ് ആണ് അവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്, ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ബെഡ്റൂമിന് തൊട്ട് മുകളിലായിട്ട് നമ്മൾ കാണുന്നത് കസ്റ്റമൈസ്ഡ് ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള മെറ്റോവിൻ്റെ കോർണർ ടൈപ്പ് വിൻഡോസാണ്. അതുകൊണ്ട് തന്നെ ഒരു അട്രാക്റ്റീവ് എലമെൻ്റാണ് അവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. വിൻഡോവിന് എനിക്ക് റെഫർ ചെയ്തത് എൻ്റെ കോൺട്രാക്ടറായിരുന്നു. അപ്പോൾ കോൺട്രാക്ടർ അവരെവിടെയോ വെച്ചിട്ട് നല്ല റിസൾട്ട് ആയതുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ മരത്തിനൊക്കെ ഒരുപാട് പൈസ ആയതുകൊണ്ട് ഞാൻ സ്റ്റീലിലേക്ക് മാറിയതാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞ നമ്മുടെ വീടിൻ്റെ മോഡലിനനുസരിച്ചുള്ളത് വേണമെന്നായിരുന്നു. അപ്പോൾ ഞാൻ 2-3 ആളുകൾക്കൊക്കെ ചോദിച്ചപ്പോൾ ക്വാളിറ്റീൻ്റെ കാര്യത്തിലൊക്കെ അത് കുറച്ചും കൂടെ പുറകോട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ മെൻഡോവിലേക്ക് മാറിയത്. അപ്പോൾ നല്ല കസ്റ്റമൈസ്ഡ് ആയിട്ട് എനിക്ക് ചെയ്തു തരാൻ പറ്റിയ മുകളിലത്തെ വലിയ ജാലകം ഉണ്ടായിരുന്നു. അതായിരുന്നു വലിയ പ്രശ്നം. അപ്പോൾ അതും കോർണർ വിൻഡോ, അപ്പോൾ അങ്ങനത്തെ ഒക്കെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതെനിക്ക് കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്ത് തന്നെ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് സമയത്ത് വീടിന് പണി തീർക്കാൻ പറ്റി. ഞാൻ ഒരുപാട് ആൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാഡം, ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ചാലഞ്ചസുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റമർക്ക് വളരെയധികം ഉപകാരപ്രദമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വെക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വെച്ചതിന് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള മിക്ക ആളുകൾക്കും ചിലപ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. ഒരുപാട് ആൾ ഇതിനെതിരായിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്. കാരണം ഇടി വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ജർക്കിങ് ഉണ്ടാവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പെയിൻറ്റിങ് വലിയൊരു പ്രശ്നമായിരുന്നു. ഞാൻ പെയിൻറ് ഇതിൻ്റെ മുകളിൽ റെഡി ആവോ, ഫസ്റ്റ് കോട്ടിങ് അടിച്ചാൽ മതിയോ എന്നൊക്കെയുള്ള. അപ്പോൾ ഇത് ഡബിൾ കോട്ടിംഗ് ആണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ വുഡിൻ്റെ തേക്കിൻ്റെ കളറാണ് അടിച്ചത്. അപ്പോൾ ആ തേക്കിൻ്റെ കളറിൽ അടിച്ച് അവർ നല്ല ഇതായിട്ടാണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞത് എന്നോട് ഇത് ഒരു 10 വർഷം 15 വർഷത്തേക്ക് ഈ പെയിന്റ് ഇനിയിപ്പം വേറെ ഒന്നും നോക്കണ്ട, മറ്റേ വുഡ് ആകുമ്പോൾ അതിൻ്റെ മുകളിൽ പെയിന്റിന് പോളിഷും കാര്യങ്ങളും പിന്നെ പണിക്കൂലിയും കൂടുതലായിരുന്നു. അപ്പോൾ ഇത് 2 ദിവസം കൊണ്ടാണ് അവരിത് തീർത്തേച്ച് പോയത്. അപ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ നമ്മളിവിടെ വടകരയിൽ നിന്ന് കസ്റ്റമറുടെ തൊട്ടടുത്തുനിന്ന് ഫീഡ്ബാക്കാണ് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾക്കിത് ഉപകാരപ്പെടും. കാര്യമായിട്ടുള്ള മിക്ക ആളുകൾക്കുള്ള സംശയമാണ് ജർക്കിങ്ങിൻ്റെതും ഇടിമിന്നലുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ. ജർക്കിങ് മെയിനായിട്ട് വരുന്നതിനുള്ള ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്ലാസ് ഇട്ടതിന് ശേഷം അതിൻ്റെ പിറകിൽ കൂടി ജസ്റ്റ് ഒരു സിലിക്കോൺ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഈ സിലിക്കോൺ അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഗ്ലാസും മെറ്റലും തമ്മിലുള്ള ആ ഒരു വൈബ്രേഷനാണ് നമുക്ക് ജർക്കിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഫിറ്റ് ചെയ്തതിന് ശേഷം ഗ്ലാസ് ഇട്ടതിന് ശേഷം ആ ഗ്ലാസ് ഇടുന്ന ആളുകളെ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് സിലിക്കോണും കൂടെ കയ്യോടെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ പറ്റും. പുറമെ നിങ്ങളിത് പെയിൻ്റ് അടിക്കുന്ന സമയത്ത് പെയിൻറ്റിങ്ങിൻ്റെ അവരോട് സംസാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള സാധ്യത. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചട്ട മൂരി പെയിൻ്റ് അടിക്കുന്ന സമയത്ത് മാറിപ്പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതും പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതും പണി എല്ലാം കഴിയുമ്പോഴത്തേക്ക് നല്ല ഉപകാരപ്പെടും. ഏതായാലും വളരെയധികം സന്തോഷം, നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.